ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ ഭക്തിയോടെ ആരാധിക്കുന്ന അനേകം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയം. തൈ പിറന്നാൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി. തമിഴ് കലണ്ടറിലെ തൈമാസത്തിലെ പൂയം നാളും മലയാള മാസങ്ങളിൽ മകരമാസത്തിലെ പൂയം നാളുമാണ് തൈപ്പൂയമായി നമ്മൾ ആചരിക്കുന്നത്. ഇപ്രാവശ്യം തൈപ്പൂയം വരുന്നത് ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ്. വ്രതം നോൽക്കേണ്ട വിധം എങ്ങനെയാണ്, അതിന്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ പൂർണ്ണമായിട്ടും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മളുടെ തുളസി തീർത്ഥം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. ഷഷ്ടി പോലെ തന്നെ നമുക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് തൈപ്പൂയവും. ഇത്തവണ ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ് തൈപ്പൂയം വരുന്നത്. സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച ദിവസമാണ് മുരുകഭക്തർ തൈപ്പൂയമായി ആചരിക്കുന്നത്. താരക നിഗ്രഹം കഴിഞ്ഞു വരുന്ന സുബ്രഹ്മണ്യനെ പടയാളികൾ തങ്ങളുടെ വില്ലിൽ പൂക്കൾ കെട്ടി അലങ്കരിച്ച് ആനന്ദ നൃത്തമാടി സ്വീകരിച്ചു. വേലായുധനായ സുബ്രഹ്മണ്യന്റെ ദേഹത്ത് യുദ്ധത്തിലേറ്റ മുറിവുകൾ ശമിക്കുന്നതിന് ശരീരം ഔഷധ ജലത്താൽ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിന്റെ സ്മരണയ്ക്കായി ഈ ദിവസം ഭക്തർ കാവടിയെടുത്ത് ഭസ്മം, പാൽ, പനിനീർ, കളഭം തുടങ്ങിയവ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. തൈപ്പൂയത്തിന് എല്ലാവിധ സുബ്രഹ്മണ്യ ആരാധനയേക്കാൾ ശ്രേഷ്ഠമാണ് കാവടിയാട്ടം. കാവടിയെടുക്കുന്ന ഭക്തർ അവരുടെ ഗുരുസ്വാമി നിർദ്ദേശിക്കുന്ന വിധം ഒരു മണ്ഡല നേരത്തെ വ്രതമെങ്കിലും അനുഷ്ഠിക്കണം. പീലിക്കാവടി, ഭസ്മകാവടി, അഗ്നിക്കാവടി, പാൽക്കാവടി എന്നിങ്ങനെ വിവിധ തരത്തിൽ ഭക്തർ ഇത് നടത്തിപ്പോരുന്നു. തൈപ്പൂയ ദിവസം വ്രതം നോൽക്കുന്നവരുമുണ്ട്. കവിളിലും നാവിലും വേൽ അല്ലെങ്കിൽ ശൂലം തറച്ച് കാവടിയെടുക്കുന്ന രീതിയും പലയിടത്തുമുണ്ട്. കാവടിയെ അനുഗമിക്കുന്നവരും തൈപ്പൂയ വ്രതം എടുക്കുന്നവരും തൈപ്പൂയത്തിന് തൊട്ടു മുൻപ് വരുന്ന ചൊവ്വാഴ്ച മുതലോ കുറഞ്ഞ പക്ഷം തലേനാൾ മുതലോ വ്രതം അനുഷ്ഠിക്കണം. അരിയാഹാരം ഒഴിവാക്കിയാൽ അത്രയും ഉത്തമമാണ്. ഫലമൂലാദികൾ, ഗോതമ്പ്, പാൽ, ഇളനീർ തുടങ്ങി ലഘുഭക്ഷണക്രമമാണ് ഗുണകരം. 2 നേരവും കുളിച്ച് ശുദ്ധവൃത്തിയോടെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, ജപം ഇവ നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ തൈപ്പൂയ വ്രതം എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 48 ദിവസത്തെ വ്രതം നോൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ 21 ദിവസം വ്രതം നോക്കുന്നവരുണ്ട്. 6 ദിവസം, 3 ദിവസം, അങ്ങനെ നമ്മുടെ ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് ഈ തൈപ്പൂയ വ്രതം എടുക്കാവുന്നതാണ്. ഇത്രയും ദിവസം ഒന്നും വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൈപ്പൂയ ദിവസം മാത്രം, അതായത് ഫെബ്രുവരി 11 ചൊവ്വാഴ്ച മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾക്ക് തൈപ്പൂയ വ്രതം എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ തലേ ദിവസം, അതായത് ഫെബ്രുവരി 10 തിങ്കളാഴ്ച ദിവസം ഒരിക്കലും നോക്കിക്കൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. നോൺ വെജ് മാത്രം കഴിക്കാതെ വ്രതം ആചരിക്കാവുന്നതുമാണ്. അതായത് നമുക്ക് സാധാരണ പോലെ നോൺ വെജ് ഒഴിവാക്കി ബാക്കി വെജിറ്റേറിയൻ ആഹാരങ്ങളെല്ലാം കഴിച്ചിട്ട് വ്രതം നോൽക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറ് കഴിച്ചിട്ട് രാവിലെയും വൈകിട്ടും പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടും വ്രതം നോൽക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് പൂർണ്ണ ഉപവാസം എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ഏതു വ്രതവും നമ്മൾ എടുക്കാനായിട്ട്. പട്ടിണി കിടന്ന് വ്രതം നോൽക്കണമെന്നൊന്നും ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ തലേ ദിവസം, അതായത് ഫെബ്രുവരി 10 തിങ്കളാഴ്ച നമ്മൾക്ക് ഒരിക്കലെടുത്ത് നൊയമ്പ് നോക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. പിറ്റേ ദിവസം തൈപ്പൂയ ദിവസം, അതായത് ഫെബ്രുവരി 11 ചൊവ്വാഴ്ച ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം പൂജാമുറിയിൽ നമ്മൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് 6 തിരിയിട്ട് കൊളുത്തി വെക്കാം. ഈ 6 നെയ്ത്തിരികൾ ഭഗവാന്റെ 6 മുഖമാണെന്ന് സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ ആ നെയ്വിളക്ക് കൊളുത്തേണ്ടതായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വിളക്ക്, അതായത് നമ്മുടെ വലത് കൈവശത്ത് വരുന്ന രീതിയിൽ മറ്റൊരു വിളക്ക് 5 തിരിയിട്ടും കൊളുത്തി വെക്കുക. ഇത് ഗണപതി ഭഗവാനെ സങ്കല്പിച്ചിട്ടാണ് കേട്ടോ കൊളുത്തി വെക്കേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്ന സമയം നമ്മൾ ഗണപതി ഭഗവാനെ കൂടി ചേർത്ത് വേണം പൂജയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇടതുവശത്ത് 6 തിരിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ സങ്കല്പിച്ചും വലതുവശത്ത് 5 തിരിയിട്ട് ഗണപതി ഭഗവാനെ സങ്കല്പിച്ചും ഓരോ നെയ്വിളക്കുകൾ വീതം കൊളുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പഞ്ചാമൃതം ഉണ്ടാക്കി നേദിക്കുക. വിളക്കിന് മുൻപിൽ, ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ. നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. തൈപ്പൂയ ദിവസം, അന്നേ ദിവസം നമ്മൾ ഒരു പഞ്ചാമൃതം വീട്ടിലുണ്ടാക്കി ഭഗവാനെ നേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഐശ്വര്യം ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് പറയാം. നമ്മൾ ഭഗവാൻ ഒരു 5 പ്രാവശ്യം നേദ്യം ഇങ്ങനെ കോരി കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് കോരി കൊടുക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് നേദിക്കുന്നതിന് മുൻപ് ഈ പഞ്ചാമൃതം ഗണപതി ഭഗവാന് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പഞ്ചാമൃതം പോലെ തന്നെ ഭഗവാന് പ്രിയപ്പെട്ടതാണ് പാൽ പായസം എന്ന് പറയുന്നത്. ഇനി പഞ്ചാമൃതം ഉണ്ടാക്കാൻ നമ്മൾക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും പാൽ പായസം വീട്ടിലുണ്ടാക്കാൻ അറിയാലോ. അതുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാം. ഇനി അതുമില്ലെങ്കിൽ ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ, അല്ലെ നമ്മുടെ വീട്ടിൽ എന്താണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾക്ക് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കാം. എന്തെങ്കിലും ഒരു നേദ്യം അന്നേ ദിവസം രാവിലെ ഭഗവാൻ
ഭഗവാന് നമ്മൾ മനസ്സ് നിറഞ്ഞ് സമർപ്പിക്കണം എന്ന് മാത്രമാണുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ കീർത്തനങ്ങള്, സ്തോത്രങ്ങള്, മന്ത്രങ്ങള് നമുക്ക് അറിയാവുന്ന രീതിയിൽ ചൊല്ലാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ശരവണ ഭവ എന്ന മന്ത്രം 108 തവണ രാവിലെയും വൈകിട്ടും ഈ തൈപ്പൂയ ദിവസം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ്. തൈപ്പൂയ ദിവസം മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ശരവണ ഭവ എന്നത് 108 തവണ ചൊല്ലിയാൽ അത്രയും ഐശ്വര്യദായകമാണ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ, എന്തൊക്കെ വിഷമതകളുണ്ടോ എല്ലാം ഭഗവാൻ അത്രയും പെട്ടെന്ന് മാറ്റി തരുന്നത് നമുക്ക് അനുഭവവേദ്യമാകും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭഗവാന്റെ ഈ മൂലമന്ത്രം 108 പ്രാവശ്യം രാവിലെയും വൈകിട്ടും, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്ത് അല്ലെ പറ്റുന്ന ദിവസങ്ങളിൽ ഒന്ന് ജപിച്ചു നോക്കൂ. തീർച്ചയായും വ്യത്യാസം നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ്. ഓം ശരവണ ഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കദളിപ്പഴ നിവേദ്യവും പാലഭിഷേകവും നടത്തിയാൽ എത്ര ശക്തമായ ദോഷം നമ്മളെ വിട്ടകലും എന്നാണ് വിശ്വാസം. അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. ശ്രീ രുദ്രമന്ത്രജപവും ശ്രീ രുദ്രാഭിഷേകവും വളരെ വിശേഷമാണ് തൈപ്പൂയ ദിവസം ചെയ്യുന്നത്. ഭഗവാന്റെ അനുഗ്രഹം വളരെ എളുപ്പം ലഭിക്കാനുള്ള മാർഗമാണിത്. ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, നാരങ്ങാമാല, പനിനീരഭിഷേകം, മഞ്ഞപ്പട്ട് ചാർത്തൽ, കളഭം ചാർത്തൽ എന്നീ വഴിപാടുകൾ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അഗ്നിസ്വരൂപനായ ചൊവ്വയുടെ പ്രീതി ലഭിക്കാൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം, കുമാരസ്കന്ധാർച്ചന, മൂലമന്ത്രാർച്ചന, അഷ്ടോത്തരാർച്ചന, ഭസ്മാഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം ഇവ നടത്താവുന്നതാണ്. സുബ്രഹ്മണ്യ ഭുജംഗം, സുബ്രഹ്മണ്യ പഞ്ചരത്ന സ്തോത്രം, ഷഷ്ടി കവചം, പോറ്റിപ്പത്ത് തുടങ്ങിയ സ്തുതികൾ ജപിക്കാം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ധ്യാനം ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഷഡാനനം കുങ്കുമ രക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപത്യേ. അജ്ഞാനമാകുന്ന അന്ധകാരത്തിന്റെ മറ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണിത്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ മൂലമന്ത്രങ്ങളായ ഓം വജൽഭുവേ നമഃ, ഓം സം സുബ്രഹ്മണ്യായ നമഃ, ഓം ഷൺമുഖായ നമഃ, ഓം ശരവണഭവ നമഃ ഇവയെല്ലാം അന്നേ ദിവസം ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ജാതകാൽ ചൊവ്വാദോഷത്താൽ മംഗല്യ തടസ്സം, ശത്രുദോഷം, കടബാധ്യത, ജോലിയിൽ പ്രശ്നം, സന്താന ദുഃഖം ഇവയാൽ കഷ്ടപ്പെടുന്നവർ ഈ സുബ്രഹ്മണ്യ നാമാവലി നിത്യപാരായണം നടത്തുക. കുറഞ്ഞത് 27 ഒരു വീതം 27 ചൊവ്വാഴ്ച തികയുന്നത് വരെ ജപിച്ചാൽ ദോഷശാന്തി കൈവരുന്നതായി കണ്ടുവരുന്നു. ഒപ്പം ഷഷ്ടിവ്രത അനുഷ്ഠാനം കൂടിയായാൽ ക്ഷിപ്രഫലമാണ്. ഈ വിശിഷ്ടമായ സുബ്രഹ്മണ്യ നാമാവലി ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓം വജൽഭുവേ നമഃ എന്ന മൂലമന്ത്ര ജപത്തോടെയുള്ള ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ പഞ്ചാമൃതം, പാൽ എന്നിവ നേദിക്കുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും ഗായത്രിയും ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പൊതുവെ സുബ്രഹ്മണ്യ മന്ത്രങ്ങളെല്ലാം നമ്മൾ 21 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. ശിവന്റെയും ശക്തിയുടെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ പാപദുരിതങ്ങളും നീങ്ങി ആഗ്രഹ സാഫല്യമുണ്ടാകും. മനഃശുദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ശ്രീ മുരുകനെ ഭജിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. നിത്യജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് അത്ഭുതകരമായ പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നത് സുനിശ്ചയമാണ്. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ചൊവ്വാദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ആരാധന ഉത്തമമായ പരിഹാരമാണ്. രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ക്ഷിപ്രഫലപ്രദമാണ് സുബ്രഹ്മണ്യ നാമങ്ങൾ. അങ്ങനെ ഫെബ്രുവരി 11 ചൊവ്വാഴ്ച ദിവസം തൈപ്പൂയ വ്രതം എടുക്കാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.